നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ RJDയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണയിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 4 മാസം മാത്രമാണ് ഉള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയിലേക്ക് ബീഹാർ നീങ്ങുകയാണ്. മണിപ്പൂർ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ മണിപ്പൂരും ബീഹാറും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സാധ്യത മുഴുവൻ. വടക്കുകിഴക്കൻ സംസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് BJPക്ക് ഏറെക്കുറെ വലിയ ദോഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ ബീഹാറിൽ ഏത് കളി കളിച്ചും ഐക്യ ജനതാദളിനേക്കാൾ സീറ്റ് നേടിയെടുത്ത് അവിടെ വിലപേശൽ രാഷ്ട്രീയം നടത്തി മഹാരാഷ്ട്ര മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമം തുടങ്ങി. അതിനിടയിൽ RJD കോൺഗ്രസ് തമ്മിലുള്ള സീറ്റ് ഷെയറിംഗ് ഫോർമുലയിലേക്ക് കാര്യങ്ങളെത്തി. കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത് 70 സീറ്റുകളിലായിരുന്നു. 2020 ആ 70 സീറ്റുകളിൽ 19 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയെടുത്തത്. ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചമാർന്ന പ്രകടനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിൽ അധികാരം ലഭിച്ചനെ മഹാഗഡ്ബന്ധന്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. നിതീഷ് കുമാറും BJPയും ചേർന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി. എന്നാൽ ഇടക്കാലത്ത് കോൺഗ്രസ് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് തന്നെ താരാകിഷോർ സിംഗ് പ്രസാദിനെ കൃത്യമായി അവഗണിച്ചുകൊണ്ട് നിതീഷ് കുമാർ മദൻ മോഹൻ ജായുടെ ഫോർമുലയെ അംഗീകരിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ എല്ലാം സഹകരണത്തോടു കൂടിയാണ് വീണ്ടും മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കി അധികാരത്തിലേറിയത്. എന്നാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇതാ NDA പാളയത്തിൽ നിതീഷ് എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് നിതീഷ് കാണിച്ചത് വെറും അവസരവാദിത്വമാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ ആക്കണം തന്നെ എന്ന ആവശ്യമാണ് നിതീഷ് കുമാർ ഉന്നയിച്ചതെങ്കിൽ അത് അംഗീകരിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടുകൂടിയാണ് അദ്ദേഹം NDAയിലേക്ക് പോയതും NDA കേവല ഭൂരിപക്ഷം തികച്ചില്ലെങ്കിൽ പോലും മുന്നണി സംവിധാനം എന്ന രീതിയിലേക്ക് അധികാരത്തിലേക്ക് എത്തിയത്. അവിടെ നിതീഷ് കുമാറിന് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ബീഹാറിൽ RJD കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് തിരികെ വരേണ്ടത് അനിവാര്യമാണ് എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം 2015 178 സീറ്റുമായാണ് മഹാഗഡ്ബന്ധൻ അധികാരത്തിലേക്ക് എത്തിയത്. അന്ന് കോൺഗ്രസ് 27 സീറ്റുകളും RJD 80-ൽ പരം സീറ്റുകളും ജയിച്ചിരുന്നു. 71 സീറ്റ് നേടിയ ഐക്യ ജനതാദൾ അന്ന് വലിയ രീതിയിൽ വിജയിച്ചതിന് കാരണമായത് നിതീഷ് കുമാറിനെ ലാലു പ്രസാദ് കൈയകഞ്ഞ് സഹായിച്ചതുകൊണ്ടാണ്. എന്നാൽ BJP ചെയ്തത് തകർക്കുകയാണ് ഐക്യ ജനതാദളിനെ ചെയ്തത്. ഐക്യ ജനതാദളും RJDയും തമ്മിലുള്ള സഖ്യം എങ്ങനെ അള്ളുവെച്ച് പൊളിക്കാം എന്നുള്ളത് BJPക്ക് വലിയ ശ്രമകരമായ പദ്ധതിയായിരുന്നെങ്കിലും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ BJPയുമായി സഖ്യത്തിൽ വീണ്ടും ഏർപ്പെട്ടു. എന്നാൽ ഇപ്പോൾ BJPക്ക് 70-ൽ പരം MLAമാരുള്ളത് കൊണ്ട് തന്നെ ഐക്യ ജനതാദൾ ഏത് രീതിയിലായിരിക്കും കളിക്കുക? ഒരു കാര്യം തേജസ്വി പറഞ്ഞു, അടിക്കടി ചാഞ്ചാടുന്ന ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ബീഹാർ അറയ്ക്കുകയാണ്. പ്രത്യേക പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബീഹാറിന് വേണ്ടി വാങ്ങിച്ചെടുക്കാൻ ഒക്കെ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ കേന്ദ്രം വാരിക്കോരി കൊടുക്കുന്നുണ്ടെങ്കിലും BJPയെ ജയിപ്പിക്കാൻ ബീഹാറിലെ ജനങ്ങൾക്ക് കഴിയില്ല. വർഗീയത കൊണ്ട് മാത്രമല്ല, തമ്മിലടുപ്പിച്ച് പിളർന്ന് ചോര കുടിക്കുന്ന പരിപാടി BJP അവലംബിക്കുകയാണെങ്കിൽ അതിന് തടയിടാൻ ഞങ്ങൾക്ക് വഴിയുണ്ട് എന്നാണ് RJD പറയുന്നത്.